എൻ്റെ പൊന്ന് ചേട്ടാ, ലാസ്റ്റ് സമയത്ത് എങ്ങനെ റേറ്റ് കൂട്ടല്ലേ? ഇത്രയൊക്കെ ആവും ചേട്ടാ, ഒരു കാർ ഒറ്റ ദിവസത്തേക്ക്. ഞാൻ വിളിക്കാം. സാഹചര്യം ചൂഷണം. എന്തൊരു തീ പിടിച്ച റേറ്റാണ്. ഇങ്ങനെയാണ് മനുഷ്യനങ്ങനെ കൊടൈക്കനാൽ പോയി കളർ കാണും. താടാ ഇങ്ങോട്ട്. എന്താ പ്രശ്നം? എടാ, ടൂർ പോകാൻ കാർ റെഡി ആയിട്ടില്ല. ഇപ്പൊ പറയണം 1500 രൂപയാവും. ഈ അവസാന നിമിഷം എന്ത് ചെയ്യുന്നു ഒരു പിടിയില്ല. ചേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല. ഇങ്ങനെ സ്നേഹിക്കാൻ നീ എൻ്റെ ഭാര്യ വല്ലതും ആണോടാ? അതല്ല ചേട്ടാ, സ്നേഹമുള്ള മനസ്സിലെ മറ്റൊരാളുടെ മനസ്സിലെ എന്നെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായില്ല. ചേട്ടന് കാറല്ലേ വേണ്ടേ? അതെ. എന്നോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു കാർ കിട്ടുമോ സുധിക്കുട്ടാ? ഞാൻ കൊണ്ടേ തരും കാറ്. ചേട്ടന് ഒരു ദിവസം ഒരു 600 രൂപ കൊടുക്കാൻ പറ്റും. എടാ, ഇതെങ്ങനെ? എന്റെ പരിചയത്തിലുള്ള ഞാൻ കൊണ്ടേ തരാം. എടാ, നീ എന്താ കൊണ്ടു താടാ. എടാ, എനിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടിട്ടാ. ഇത് കഴിച്ചോളൂ, എന്നിട്ട് പൈസ ഞാൻ കൊടുത്തോളാം. മുഴുവൻ കഴിച്ചോ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ നമ്പരോട് എഴുതിയിട്ടേക്ക്. എന്താ വേണ്ടത്? ആരാണ്? വേണ്ടത് നിനക്കല്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. അവരെന്താ വേണ്ടതെന്ന് ചോദിച്ചില്ലേ? ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചോ? ഇയാൾ സ്ഥിരം ശല്യപ്പെടുത്താറുണ്ടോ? ആരാ ചേച്ചി ചെക്കൻ? ചേട്ടൻ എന്താ വേണ്ടേ? ചേട്ടനാ? എനിക്ക് ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ ചേച്ചി? നീയല്ലേ ഇവിടെ ഉള്ളത്? പ്രായമായ സ്ത്രീയെ ഫുഡ് പോലും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയിട്ട് താനെന്തൊരു മനുഷ്യനാണോ? പ്രായമായ സ്ത്രീയെ ഒറ്റയ്ക്ക് വിട്ടു പോയെന്നോ? ഞാനാ ചേട്ടനെ പറഞ്ഞു വിട്ടത്. ചേട്ടൻ പോയതൊന്നുമല്ല. എനിക്കറിയാമോ നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന്. അല്ല, അപ്പം എനിക്കറിയായിരുന്നു ചേട്ടൻ വരുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ചേട്ടൻ്റെ അത്രയും സ്നേഹമുള്ള ആരുമില്ല. എന്നിട്ട് നിങ്ങൾ അങ്ങനെയല്ലോ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും ഡ്രാമ ഇവിടെ കാണിച്ചത്? എന്തൊക്കെയാ ചേച്ചി ഈ ചെക്കൻ കിടന്ന് പറയണേ? ചേട്ടാ, അന്ന് ചേട്ടൻ ദേഷ്യപ്പെട്ടപ്പോഴേ കുപ്പിഴ പൊട്ടിച്ചതും അച്ഛൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ച കാര്യമൊക്കെ ഞാൻ ഈ ചേക്കനോട് പറഞ്ഞായിരുന്നു. എനിക്കൊരു കാര്യം അറിയണം. എന്ത്? എനിക്ക് 270 രൂപ കിട്ടുമോ? ചേട്ടാ, ഇത് നടപടിയാവില്ല. അങ്ങനെ പറയലടാ. ഇയാളുടെ ഫാമിലിയുടെ വേറെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മളല്ലേ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇയാളുടെ ഫോട്ടോസ് കയ്യിൽ കാണാൻ കാണിച്ചില്ലേ? ഈ അലക്സിന്റെ അനിയന്റെ കല്യാണമൊക്കെ നമ്മൾ ചെയ്തത് ഒരു 3 മാസം മുമ്പ്. അപ്പൊ അതിന്റെ പിക്സ് ഒക്കെ ഈ ഡ്രൈവ് കിടപ്പുണ്ട്. എന്റെ പൊന്നു മോനെ, ഇയാളിങ്ങനെ ചിരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. അതിന്റെ പരിപാടിയാണ് നാളെ നടക്കുന്നത്. നിനക്കിപ്പോ കാര്യമൊക്കെ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഉള്ള ഫോട്ടോ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. നിനക്ക് നന്നായിട്ട് കാല് പിടിക്കാൻ അറിയോ? ശ്രമിക്കാം. എന്നാ അയാൾ വരുമ്പോ നന്നായിട്ട് പിടിച്ചോ. നീ ഇങ്ങോട്ട് പോണു മുങ്ങാനായിട്ട്. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുണ്ട് ചേട്ടാ. ഞാനും വരാം. അവിനാശേ, എന്തായി? ഫോട്ടോ റെഡിയായോ? അത് ഞങ്ങളിവിടെ താനൊക്കെ ഉണ്ടായിട്ടാണോ? അല്ല, ഞങ്ങളിവിടെ ഫോട്ടോ റെഡി. കളിക്കല്. ഇതെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട്? വണ്ടർഫുൾ, ഗുഡ് ജോബ് അവി, ഗുഡ് ജോബ്. കണ്ടോ, അവി വന്നപ്പോ എല്ലാ കാര്യങ്ങളും ശരിയായി. ഞാൻ ആദ്യമേ അവിയെ വിളിക്കേണ്ടത്. എന്താ വിളിക്കാതിരുന്നേ? അയ്യോ മോനെ, വീട്ടിൽ സംഗതി ക്ലീൻ ആണ്. റിലാക്സ്. അപ്പൊ ഇനി മേലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ. എന്തൊരു സാറേ, പിള്ളേർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഉണ്ടാവില്ല. സാറേ, പിന്നെ നമ്മള് പ്രിന്റ് എടുക്കുന്ന എവിടെയല്ല. അപ്പൊ പ്രിന്റ് എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിച്ചാ പോരെ? ഓ മതി. അപ്പൊ ശരി അവി. ഓക്കെ, ശരി. എടാ മുത്തേ, നീ ഇതെങ്ങനെ റെഡി ആക്കണം? ഇത് ഇയാളുടെ അപ്പന്റെ ഫോട്ടോ ഒന്നുമല്ല. പിന്നെ ഇത് അയാളുടെ ഫോട്ടോ തന്നെയാ. അയാളുടെ ഫോട്ടോ നമ്മുടെ ഡ്രൈവിൽ ഉണ്ടായിരുന്നു. അത് ഫേസ് ആപ്പിൽ ഇട്ടതാ. എടാ മിടുക്ക. വേറൊരു ഫോട്ടോ കാണിച്ചട്ടെ. ഇത് ഞാനല്ലേ? കുഴപ്പമില്ലല്ലേ? നിന്റെ കാണിച്ചാ വെയിറ്റ് ചെയ്തേ. എങ്ങനെയുണ്ട്? അത് മനസ്സിലായില്ല. ഡീസൽ കാണിച്ചിട്ടുണ്ട്. അവന്റെ കണ്ണുണ്ടില്ലേ, അതുപോലെ തന്നെ. അയ്യോ.
എത്തിയടാ എന്തായി ഞങ്ങള് റെഡിയാണ് പോണ്ടേ? അല്ല ഞാനത് പറയാൻ വരുമായിരുന്നു. ആ. നമ്മുടെ പോക്ക് ചിലപ്പം നടക്കില്ല എന്നാണ്. എന്താ മണ്ണിടിച്ചില്, കൊടൈക്കനാൽ മണ്ണിടിച്ചില്. ഏത് റൂട്ടില്? മൂന്നാറല്ലേ അത്? മൂന്നാർ റൂട്ടിലാണ്. അപ്പൊ കുഴപ്പമില്ല, നമ്മള് പോകുന്ന മറ്റേ പഴനി പൊള്ളാച്ചി റൂട്ടാണ്. ഓക്കെ. അല്ല എന്താണെന്നറിയോ, ഈ മൂന്നാർ റൂട്ടിലാണ് കംപ്ലീറ്റ് സീനറി ഒക്കെ ഉള്ളത്. മറ്റേ റൂട്ടില് അത് കിട്ടില്ല. അത് അവിടെ അല്ലേ മണ്ണടിച്ച് നടക്കുന്നത്, അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. നാളെ വരെ ആ മണ്ണൊക്കെ കോരി മാറ്റും അത്രേ. അപ്പൊ നമുക്ക് മറ്റന്നാൾ പോയി കഴിഞ്ഞാൽ സീനും മിസ്സാവൂല. ആ അത് ശരിയാടാ. അല്ലെങ്കിൽ വെള്ളിയാഴ്ച യാത്ര പോകുന്നത്ര നല്ലതല്ലടാ. കറക്റ്റ്. വെള്ളിയാഴ്ച ട്രിപ്പ് പോകാൻ പാടില്ല. എടാ പന്ന പുല്ലേ, എല്ലാ സമയത്ത് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അന്ധവിശ്വാസം എന്ന് പറയുന്നവരാണ്. എന്ത് വെള്ളിയാഴ്ച നിന്റെ സത്യം പറ, എന്താ കാര്യം? അത് പറഞ്ഞു കൊടുക്കുന്നത്. എടാ സത്യം പറഞ്ഞോ? എടാ നീ എന്നെ കുത്തോടാ. ഇന്നെനിക്ക് നല്ല ദിവസമാണ്. എന്താ കാര്യം? എന്തായാലും സത്യം പറയട്ടെ. എന്താണ്? പോലീസ് മാവൻ വിളിച്ച് അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തിന്? അതായത് പുറത്തൊക്കെ ഭയങ്കര കാശായത് കാരണം ഞാൻ സുധീയുടെ കെയർ ഓഫിൽ ഒരാളുടെ നിന്നാണ് വണ്ടി റെന്റിന് എടുത്തത്. അയാൾക്ക് വണ്ടി റെന്റിന് കൊടുക്കാനുള്ള ലൈസൻസ് ഇല്ലായിരുന്നു. മാത്രമല്ല അയാൾ തന്ന വണ്ടിയുടെ പേരിൽ ഒരുപാട് പോലീസ് കേസൊക്കെ ഉണ്ടായിരുന്നെന്ന്. ഇപ്പൊ വണ്ടി എൻ്റെ കയ്യിലാണെന്ന് അറിഞ്ഞിട്ട് എന്നോട് അല്ല നമ്മളോട് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. നശിപ്പിച്ചില്ലടാ. നിനക്ക് എന്ത് ചെയ്യാനടാ? അല്ല നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ട് വന്നോടാ നമുക്ക്. എന്നിട്ട് ട്രിപ്പിന് വന്ന് നമുക്ക് അല്ല നമുക്കൊന്ന് പോയിട്ട് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട്. എടാവി സാമേ, എടാ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ടാടാ. എടാ ഒന്നൊക്കെ അയ്യോ